അപ്പോൾ 28ാം ഓണത്തിൻ്റെ തലേന്ന് എല്ലാ കാളമൂട്ടിലും ഒന്ന് റൗണ്ട് അടിക്കാൻ കറങ്ങി ലാസ്റ്റ് നമ്മൾ കാലഭൈരവൻ്റെ അടുത്ത് എത്തി. കാലഭൈരവൻ്റെ തല വെച്ചു എന്ന് കരുതിയാണ് അവിടെ എത്തിയത്. പക്ഷേ എങ്കിൽ അന്ന് അർദ്ധരാത്രി 12 മണിക്ക് തല വെക്കത്തോളം അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. കാളത്തല കൊണ്ടുവന്നപ്പോഴേ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമുക്കിതൊന്നും മടുക്കത്തില്ലല്ലോ. എല്ലായിടവും റൗണ്ട് അടിച്ചിട്ട് വന്നതുകൊണ്ട് അവിടെ അങ്ങാടി പോരാത്തേന് അതിൻ്റെ അടുത്തായിട്ടൊരു കടയും കൂടെ കണ്ടപ്പം പിന്നെ നമ്മൾ മാറുമോ? രാത്രി ആയതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബൈ 28ാം ഓണം, കാലഭൈരവൻ, കെട്ടുകാഴ്ച, വൃശ്ചികം ഇതൊക്കെ പറഞ്ഞാൽ ആവണമെങ്കിൽ ഒരു ഓണാട്ടുകരക്കാരാണെങ്കിൽ മനസ്സിലാവും, അല്ലെ കേട്ടറിവുണ്ടെങ്കിലും മതി. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ഉത്സവമല്ല, ഞങ്ങൾക്ക് ഇതൊരു നാടിന്റെ വികാരമാണ് കേട്ടോ. പിന്നെ അതിലും വലിയൊരു വികാരം ഉണ്ടല്ലോ, ഫുഡ്. അപ്പൊ അവിടെ വന്ന് പാനിപ്പൂരി കഴിച്ച് അത് കഴിഞ്ഞപ്പോ പാവ് ബജി കൊള്ളായിരുന്നു, ചൂടുണ്ടായിരുന്നു. അന്നേരം കൊണ്ട് അച്ഛാ പോയി മുളക് ബജി മേടിച്ചോണ്ടത്. എന്നാ പിന്നെ കോളിഫ്ലവറും കൂടെ ആയിക്കോട്ടെ എന്ന് ഞാനും. അങ്ങനെ തീറ്റയും കൂടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലോട്ടുള്ള വഴി കറക്റ്റായിട്ട് പറഞ്ഞു തരാനായിട്ട് അച്ഛാ ഞാനിക്കൊരു ഡോറയും കൂടെ മേടിച്ചു കൊടുത്തു. അപ്പൊ അത്രയുള്ള ടാറ്റാ.